ഹലോ എവരിവൺ, ഇന്ന് നമ്മൾ ഒരു ബട്ടണിൽ എങ്ങനെ സ്പാർക്ലിംഗ് ഇഫക്റ്റ് കൊണ്ടുവരാമെന്നാണ് കാണാൻ പോകുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഉപയോഗിക്കുന്നത് CSSും HTML മാത്രമാണ്. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഒരു പേജ് ക്രിയേറ്റ് ചെയ്യാം. അതിന് button-css.html എന്ന് ഞാൻ പേര് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിൽ CSS കൂടാതെ നമ്മൾ എക്സ്റ്റേണൽ ലൈബ്രറി ആയിട്ട് ഉപയോഗിക്കുന്നത് ഫോണ്ടോസൻ എന്ന് പറയുന്ന ഒരു എക്സ്റ്റേണൽ ലൈബ്രറി CSS ആണ്. അത് നമുക്ക് ഇൻക്ലൂഡ് ഞാനിവിടെ ഇപ്പോൾ നെറ്റിൽ നിന്ന് ഡയറക്റ്റായിട്ട് ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കുകയാണ് ചെയ്യുന്നത്. നമുക്കതിന് ആ URL ബ്രൗസറിൽ കൊടുത്തിട്ട് വിളിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ CSS കിട്ടും. പിന്നെ ആ ഫോണ്ടുകളും നമ്മുടെ ലോക്കൽ സിസ്റ്റത്തിൽ ഉണ്ടെങ്കിൽ അത് ഇൻക്ലൂഡ് ചെയ്യിപ്പിച്ചുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഞാൻ ഡയറക്റ്റായിട്ട് ഗൂഗിളിൽ നിന്ന് ഡയറക്റ്റായിട്ട് വിളിച്ച് ചെയ്യുകയാണ് ചെയ്യുന്നത്. URL മാത്രമേ കൊടുക്കുന്നുള്ളൂ. അത്രയൊക്കെ ഉള്ളൂ ഇതിൽ കാണാനായിട്ട്. പിന്നെ ഞാനിത് മറ്റൊരു പേജിൽ ചെയ്ത് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കിയ ശേഷമാണ് ഇങ്ങനൊരു പുതിയൊരു പേജ് ക്രിയേറ്റ് ചെയ്ത് ചെയ്യുന്നത്. ഇത് കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് പുതിയൊരു പേജ് ക്രിയേറ്റ് ചെയ്ത് ചെയ്യുന്നത്. കോപ്പിയാണ് ഞാനിവിടെ നിന്ന് ചെയ്യുന്നത്. മറ്റ് pt.html എന്ന് പറഞ്ഞ പേജ് ഞാൻ ഡമ്മിയായിട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ നിന്നെല്ലാം കോപ്പി ചെയ്തിട്ട ശേഷം അതിൻ്റെ എന്താണ് ഇതിൽ എഴുതിയിരിക്കുന്നതെന്ന് മാത്രമേ പറയുന്നുള്ളൂ. ലൈൻ ബൈ ലൈൻ ഞാൻ എഴുതുന്നില്ല, കോപ്പി പേസ്റ്റാണ് ചെയ്യുന്നത്. നമുക്ക് pt-യിൽ നിന്ന് നമുക്ക് നമ്മുടെ സ്റ്റൈലെല്ലാം കോപ്പി ചെയ്തിടാം. ബോഡിക്കും കണ്ടെയ്നറും ക്ലാസ് കൊടുത്തേക്കുന്നത് ബോഡിയുടെ കളർ ചേഞ്ച് ചെയ്യാനും പിന്നെ ആ പൊസിഷൻ റിലേറ്റീവായിട്ട് സെറ്റ് ചെയ്യാനും വേണ്ടി മാത്രമാണ്. നെക്സ്റ്റ് നമുക്ക് ഈ ഐ ക്ലാസ്സുകൾക്ക് ബട്ടണിന് കുറച്ച് സ്റ്റൈൽ എഴുതുന്നുണ്ട്. അതുപോലെ തന്നെ ഐ ക്ലാസ്സുകൾക്ക് കുറച്ച് സ്റ്റൈൽ എഴുതുന്നുണ്ട്. ഐ ക്ലാസ്സിൽ നമ്മൾ സ്റ്റാർസ് എന്ന് പറഞ്ഞാണ് കൊടുത്തേക്കുന്നത്. സ്റ്റാറിൻ്റെ ക്ലാസ്സാണ്, സ്റ്റാർ ഐക്കണിൻ്റെ ക്ലാസ്സാണ് അവിടെ. അപ്പോൾ ഫോണ്ടോസത്തിൽ നിന്നെടുത്ത സ്റ്റാറിൻ്റെ ക്ലാസ്സുകളാണ് അവിടെ ഇൻക്ലൂഡ് ചെയ്യുന്നത്. അതിന് നമ്മൾ കസ്റ്റമായിട്ടൊരു കുറച്ച് സ്റ്റൈൽ കൂടി കൊടുക്കുന്നുണ്ട്. അതാണ് ഈ താഴോട്ട് CSSൽ കാണിക്കുന്നത്. മറ്റൊന്നുമില്ല, ഇത്ര തന്നെയാണ് ഉള്ളത്. പിന്നെ നമ്മൾ സ്റ്റാർ 1 2 3 4 എന്ന് പറഞ്ഞിട്ട് 4 ഫോണ്ടോസത്തിൻ്റെ ക്ലാസ് ഇൻക്ലൂഡ് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. ഇതിന് നമ്മൾ പൊസിഷൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതായത് എങ്ങോട്ട് പോകണം, -10 to -50 -40 -30 30 20 എന്നൊക്കെ പറഞ്ഞാണ് കൊടുത്തിട്ടുള്ളത്. അത് എങ്ങോട്ട് പോകണം, അതിൻ്റെ പൊസിഷൻ എങ്ങനെ ആയിരിക്കണം, നമ്മൾ ഹോവറിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത്, ക്ലിക്ക് ചെയ്യുന്നതല്ല മൗസ് ഹോവർ, അതായത് മൗസ് നമ്മൾ ആ ബട്ടണിലേക്ക് കൊണ്ടുവരുമ്പോഴത്തേക്കും അതിൽ എങ്ങനെയായിരിക്കണം ആ സ്റ്റാർ കാണേണ്ടത് എന്ന് പറഞ്ഞൊരു പൊസിഷൻ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ അനിമേഷനും ചെയ്യുന്നുണ്ട്, അനിമേഷൻ എഫക്റ്റും കൊടുക്കുന്നുണ്ട്. അതില്ലാതെയും എങ്ങനെ വർക്കാവും എന്നും ഞാനതിൽ കാണിക്കുന്നത്. പിന്നെ ഇതിലൊരു ഫിൽറ്റർ കൊടുക്കുന്നുണ്ട്. സ്റ്റാർസിന് ഡ്രോപ്പ് ഷാഡോ എന്ന് പറഞ്ഞിട്ട് ഒരു ഫിൽറ്റർ കൂടെ കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ സ്റ്റാർ 1 2 3 4ന് നമ്മൾ ബോട്ടം, ഹൈറ്റ്, ടോപ്പ്, ലെഫ്റ്റ് ഇത്രയുമാണ് സെറ്റ് ചെയ്യുന്നത്. ഇതെങ്ങനെയായിരിക്കും റൺ ചെയ്യുന്നതെന്ന് കാണിക്കുന്നുണ്ട്. ഇത്രയൊക്കെയാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത്.